എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. നെഗറ്റീവ് എനർജി ഉള്ള ഒരാളെ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന ആളെ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. സാധാരണ രീതിയിൽ ഉപാസകന്മാരായ ആളുകൾ ഭയങ്കര സെൻസിറ്റീവായിരിക്കും. അവർക്ക് വേഗം മനസ്സിലാവും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെന്ന് പറയാൻ പറ്റില്ല. നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർ, ഒരാൾ നെഗറ്റീവ് അല്ല, എല്ലാവരും പോസിറ്റീവ് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മാറിപ്പോയതാണ്. അപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ വീട്ടിൽ ചെന്ന് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ഓൺ എനർജിയിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് ശ്രദ്ധിക്കുക, നിങ്ങളുടെ തലയിലേക്ക് ശ്രദ്ധിക്കുക, സോളാർ പ്ലക്സിലേക്ക് ശ്രദ്ധിക്കുക, മൂലാധാരത്തിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ ചെന്ന് നിങ്ങൾ ആ വീട്ടിലോട്ട് കടന്നു കഴിയുമ്പോൾ തന്നെ, പടി കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബോഡിയിൽ നിങ്ങളത് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകളിലൊരു പെയിൻ വരും. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. വയറിൽ എന്തോ വന്ന് കുളത്തി ഇങ്ങനെ പിടിക്കുന്ന പോലെ ഫീലിംഗ്. ചിലപ്പോൾ വയറിങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പൊന്തുന്ന പോലെ ഫീലിംഗ് വരും. ഇതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. വീണ്ടും ആൾക്കാർ സംശയം ചോദിക്കുമ്പോൾ പുതിയ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഓൾറെഡി കേട്ട ആൾക്കാർ ക്ഷമിക്കുക. എല്ലാവർക്കും അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നെഞ്ചിൻ്റെ ഇവിടെ ഒരു കല്ല് കയറ്റി വെച്ചൊരു ഫീലിംഗ് ചിലക്കുണ്ടാവും. തലക്കൊരു കറക്കം പോലെ, ഒരു പെരുപ്പ് പോലെ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് വരിക. അത് ചെവി കൂടി എന്ത് സാധനം കയറി ഒരു ഹൂ എന്ന് പറഞ്ഞ ശബ്ദം, ഇങ്ങനെ ഒരു മൂളക്കം പോലെ സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ അതിനകത്ത് കയറി ഇരുന്ന് ഇപ്പോൾ ഇത്ര സൂചന ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അത് വീട്ടിലോട്ട് കയറണമെന്ന് വരികയും, കയറി ഇരുന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു തളർച്ച ഫീൽ ചെയ്യും. തളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആലസ്യം പോലെ ഫീൽ ചെയ്യും ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു മന്ദത പോലെ വന്നിട്ട് നിങ്ങളിങ്ങനെ തളർന്ന പോലെയാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കോട്ടുവായം കൂടി വേണമെങ്കിൽ വന്നേക്കാം. കോട്ടുവായ ഇങ്ങനെ പുറകെ കോട്ടുവായ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കോട്ടുവായ വന്നിങ്ങനെ നിങ്ങൾക്ക് ഉറക്കം തൂങ്ങണ പോലെ ഒരു ഫീലിങ്ങിലേക്ക് നിങ്ങൾക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പോകാൻ തോന്നില്ല. അവിടെ തന്നെ തളർന്നുറഞ്ഞിരിക്കണ പോലെ തോന്നും. അപ്പോൾ ആ എനർജി വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, ഉപാസകന്മാർ, എന്തെങ്കിലും ഹീലേഴ്സ്, കഴിവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അത് പെട്ടെന്ന് അവർ പിടികൂടും. സാധാരണക്കാരനായ ആളുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇത് വലിയ കാര്യമായിട്ട് തോന്നില്ല. നമുക്ക് തോന്നും, പക്ഷേ അവർക്ക് തോന്നില്ല. ആ രണ്ടുപേരായിട്ട് പോവുകയാണെങ്കിൽ മറ്റേക്ക് തോന്നണമെന്നില്ല. ഈ വിശ്വാസമില്ലാത്ത ആൾക്കാരാണെങ്കിൽ തോന്നണമെന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു റിയാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളങ്ങനെ വീട്ടുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക.